ആ തൊടുപുഴയിൽ നിന്ന് വിവാഹം കഴിച്ച മകനെ കൂടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് രണ്ടാമത്തെ കാര്യമായിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ മറുപടി അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം എന്ത് വന്നാലും അന്വേഷണത്തോട് യോജിക്കും, അന്വേഷണ ഏജൻസിയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയും, അവർക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് ചോദിക്കാം, അതിന് ഒരു സ്വാഭാവികമായിട്ടും യാഥാർത്ഥ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യും. അതതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആവശ്യമില്ലാതെ ആളുകളുടെ മേൽ ചെളിവാരി എറിയുന്നതാണ്. അങ്ങനെ ചെളിവാരി എറിയേണ്ട കാര്യം എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക്? അവർക്കിതിനകത്ത് പങ്കുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പറയണം. ഈ പണം പിരിക്കുന്നതിലുള്ള ശബ്ദരേഖ പുറത്തു വന്ന അനിമോനുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അനിമോൻ എന്ന് പറയുന്ന ആൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കോട്ടയത്ത് നിന്നുള്ള ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുടെ അടുത്ത ബന്ധുവാണ്. എല്ലാവർക്കും അറിയാതൊക്കെ. ഞാനിനി അധികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കി മുഴുവൻ ഡീറ്റെയിൽസും കൂടെ അങ്ങോട്ട് പറയും. അതുകൊണ്ട് ഈ ബന്ധം ഇവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരൊന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ മതി. കാരണം വേറെ ശബ്ദരേഖയുടെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ. ഈ ശബ്ദരേഖ ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുകയും ചെയ്തിട്ട് ആ പണം കയ്യിൽ വെച്ചിട്ടുള്ള ആളുകൾ അവർ വീണ്ടും ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത ആളുകളുടെ ദേഹത്ത് ചെളിവാരി എറിയുന്നതിന് വേണ്ടിയുള്ള ഉപാധിയാക്കി ഇതിനെ എടുക്കുകയാണ്. അത് ഒരു കാരണവശാലും സമ്മതിക്കില്ല. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തത് എൻ്റെ മകൻ വിവാഹം കഴിച്ചിട്ടുള്ളത് തൊടുപുഴ എന്നാണ്. എല്ലാവർക്കും അറിയാം. ഇവിടെ ഈ ഇരിക്കുന്നതിനകത്ത് മഹാഭൂരിപക്ഷ ആളുകളെ കല്യാണത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. തൊടുപുഴ എന്നാണ്. അങ്ങനെ ആ തൊടുപുഴയിൽ നിന്ന് വിവാഹം കഴിച്ച മകനെ കൂടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് രണ്ടാമത്തെ കാര്യമായിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ മറുപടി അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം എന്ത് വന്നാലും അന്വേഷണത്തോട് യോജിക്കും, അന്വേഷണ ഏജൻസിയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയും, അവർക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് ചോദിക്കാം, അതിന് ഒരു സ്വാഭാവികമായിട്ടും യാഥാർത്ഥ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യും. അതതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആവശ്യമില്ലാതെ ആളുകളുടെ മേൽ ചെളിവാരി എറിയുന്നതാണ്. അങ്ങനെ ചെളിവാരി എറിയേണ്ട കാര്യം എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക്? അവർക്കിതിനകത്ത് പങ്കുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പറയണം. ഈ പണം പിരിക്കുന്നതിലുള്ള ശബ്ദരേഖ പുറത്തു വന്ന അനിമോനുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആർക്കാണ് അടുത്ത ബന്ധം, റിലേഷൻ? ബന്ധമെന്ന് ഞാൻ പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പല്ല, റിലേഷൻ. അവർക്ക് ആർക്കാ ഉള്ളത് അവർ പറയണം. ആ റിലേഷനിലെ അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് കൂടി ജനങ്ങളോട് ബോധ്യപ്പെടുത്തണം. ഇപ്പം നമ്മളുടെ പഠിക്കലോട്ട് ആളുകളെ വിളിച്ചുകൊണ്ട് വന്ന നേതാക്കന്മാരിൽ പലർക്കും ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അവിടെ വന്ന് മുദ്രാവാക്യം വിളിക്കാൻ ശ്രമിച്ചിട്ടുള്ള പാർട്ടി പ്രവർത്തകന് ഒട്ടുമേ അറിയില്ല. ഇതറിയാവുന്ന ആരെങ്കിലും ഒരാളുണ്ടാവും. അയാളാണ് ഈ പണിയൊക്കെ ഒപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബന്ധം ജനങ്ങളുടെ മുമ്പിൽ പുറത്തു വരത്തക്ക വിധത്തിലുള്ള അന്വേഷണം വ്യാപിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അന്വേഷണം ഇവിടെ കൊണ്ട് നിന്നാൽ പോരാ, അന്വേഷണം വ്യാപിപ്പിക്കണം.